എലമാൻഡി എന്താണ് വിളമ്പുന്നത്? നാരങ്ങ അച്ചാറ്, പിന്നെ മാങ്ങ അച്ചാറ്, പിന്നെ ഇതൊക്കെ നെയ്യ്, ഇത് പുളിയിഞ്ചി. ഇതെന്താന്ന് അറിയത്തില്ല. പച്ചടി. അമ്മച്ചിയുടെ കയ്യിലെന്താ? തോരൻ. ഇത് ഓലൻ. ഇത് ഓലൻ. പിന്നെ ഇത് കിച്ചടി, കാളൻ. മമ്മി എന്താ കൊണ്ടുവച്ച? മമ്മി അവിയല്, ഉപ്പ്. റിൻസേച്ചി എന്താണ് അമ്മനെ? നമ്മുടെ സ്പെഷ്യൽ ഓണസദ്യ വിഭവമായ ശർക്കര വരട്ടിയും ചിപ്സും. ഓണത്തെ പറ്റി രണ്ടു വാക്ക്. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഓണത്തിന്റെ ചെറുപ്പകാലത്തെ ഒരു ഓർമ്മ. ചെറുപ്പകാലത്തെ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഊഞ്ഞാലാടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓന്തിനെ പിടിക്കും. പൂ പറിക്കാൻ പോകുമ്പോ ഓന്തിനൊക്കെ കാണുമ്പോ അതിന്റെ പുറകെ ഓടും ഞങ്ങൾ. അങ്ങനെ ഓണത്തെ ഏറ്റവും സ്പെഷ്യൽ ടേസ്റ്റ് എന്താ? ഫേവറേറ്റ് പുളിയിഞ്ചിയാണ് ഏറ്റവും ഫേവറേറ്റ്. ഇഞ്ചിയമ്പുളി ഞങ്ങൾ പറയുന്നത് ഇഞ്ചിയമ്പുളി എന്നാണ്. ഇഞ്ചിയമ്പുളി ഇതുവരെയ്ക്കും വന്നില്ല. സാമ്പാർ. പ്രിൻസി ചേച്ചി ഓണത്തെ പറ്റിയുള്ള ഒരു ഓർമ്മ പറഞ്ഞുകൊണ്ട് വിളമ്പോ നോക്കട്ടെ. ഊഞ്ഞാലാടുന്നതും അത്തപ്പൂ ഇടുന്നതുമാണ് ഓർമ്മയിൽ ആദ്യം വരുന്ന കാര്യം. അത്തപ്പൂ ഇടുന്നത്, പിന്നെ പുത്തനെടുപ്പിട്ട് തോട്ടി പോയി ചാടി ആ പുത്തനെടുപ്പ് നനച്ചു കളയുന്നതുമാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. എന്താണ് പറയാ? മമ്മിയുടെ ഓർമ്മ പറയൂ. ഓണത്തിന്റെ ഓർമ്മ പറയൂ കേക്കട്ടെ. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂക്കളം ഇട്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഓണസദ്യ കളിച്ച് ഊഞ്ഞാലാടി ഏലമാൻഡി പറയൂ, എന്താ വിളമ്പുന്നത്? ഇഞ്ചിമ്പുളി. ഞാൻ വിളമ്പുന്നത് ഇഞ്ചിമ്പുളി. ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് ഐറ്റം വിളമ്പുന്നു ഭാര്യ, സ്നേഹസമ്മതമായ ഭാര്യ. ഓക്കെ, ഏലമാൻഡിയുടെ ഫേവറേറ്റ് എന്താണ്? ഓണത്തിന്റെ ഓർമ്മ പറയൂ. എന്റെ ഓർമ്മ, ഞങ്ങള് രാവിലെ എഴുന്നേറ്റിട്ട് അന്ന് രാവിലെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരും. എന്നിട്ട് ഞങ്ങൾ പൂ പറിക്കാൻ പോകും. പൂ പറിക്കാനായിട്ടൊരു കൊട്ടയൊക്കെ ആയിട്ട് പോയിട്ട് പൂവൊക്കെ പറിച്ചിട്ട് ഞങ്ങളുടെ നെയ്ബറിന്റെ ഒരു വലിയൊരു വീടുണ്ട്. അവരുടെ വലിയ മുറ്റം, അവിടെ കൊണ്ടുവന്ന് പൂക്കളം ഇടും. പൂക്കളം ഓൾറെഡി അവരിട്ട് കാണും. ഞങ്ങൾ അതിന്റെ കൂടെ കൊച്ചു പിള്ളേരുടെ അതിന്റെ കൂടെ ഒക്കെ ഞങ്ങളും കൊണ്ടിട്ടു. എന്നിട്ട് അവിടെ മൂന്നാല് ഊഞ്ഞാലുണ്ടാവും. അവിടുത്തെ ആ ശാരദാമ്മ എന്ന പുള്ളിയുടെ പേര്. ശാരദാമ്മ ഇതുപോലെ വലിയൊരു പാത്രത്തില് ഞങ്ങൾക്ക് ഉപ്പേരി കൊണ്ടുവരും. ഉപ്പേരി, കായ വറുത്ത എല്ലാം ഒരു 4-5 കൂട്ടം. അതെല്ലാവർക്കും ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് വലിയൊരു പാത്രത്തിൽ തന്നുവിടും എല്ലായിടത്തും. എന്നിട്ട് ഞങ്ങൾ അന്ന് മുഴുവൻ അവിടെയാണ് ഊഞ്ഞാലാട്ടവും. ഉച്ചയാകുമ്പോഴത്തേനും ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് പോകും. വീട്ടില് അവര് ബാക്കി ഉണ്ടാക്കി സദ്യ ഉണ്ടാക്കി ഞങ്ങൾ ചെന്നിരിക്കും, വിളമ്പിത്തരും കഴിക്കും, പിന്നെ മോൻ കളിക്കാൻ. അതാണ് ഓർമ്മ. ചെറുപ്പകാലത്ത് ഞങ്ങളെല്ലാരും കൂടി കണ്ടോ, ഇത് കാർണർത്തിയും പോലെ ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ഊഞ്ഞാലാട്ടായിരുന്നു ഞങ്ങളുടെ മെയിൻ. പിന്നെ പൂക്കള് പറിക്കും. പൂക്കളെ ഇടാറില്ല, ഇങ്ങനെ പറിച്ച് കളിച്ചുകൊണ്ട് നടക്കും. അല്ല പൂക്കളെ ഇട്ടിട്ടില്ല. പക്ഷെ പിന്നെ അവിടെ ഒരുപാട് കളികളുണ്ടായിരുന്നു. ആ കാലത്തോടെ കുതിരകളി വരും, പാവകളി വരും. അങ്ങനെ കുറെ ആൾക്കാർ വന്ന് ഇതൊക്കെ കളിപ്പിച്ച് അതൊക്കെ കണ്ടോണ്ടിരിക്കുക. അതൊക്കെ സദ്യയെ പറ്റിയുള്ള ഓർമ്മ. സദ്യ എല്ലാ കൂട്ടവും കൂട്ടി സദ്യ ഉച്ചയൊക്കെ കഴിക്കും. അതൊക്കെ കഴിക്കും. പിന്നെ ഉടുപ്പിന്റെ പോക്കറ്റിലോട്ട് ഉപ്പേരിയൊക്കെ വാരി നിറച്ചിടുന്നത് അതാണ് ഓർമ്മ. അതൊക്കെയാണ് രസം. പിന്നെ കളി, കൈകൊട്ടിക്കളിയില്ലേ, അത് അങ്ങനെ ഞങ്ങൾ പിള്ളേരുടെ കളികള് അതൊക്കെയാണ് ഓർമ്മ. പിന്നെ ഓണത്തിന് സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം എരിശ്ശേരി. അതൊക്കെ ഇഷ്ടമാണ്. അതാണ് ഓർമ്മ പറയണ്ടേ. ഇനി ഓണത്തെ പറ്റിയുള്ള ഓർമ്മ പറയൂ. സദ്യ കഴിക്കാൻ കാത്തിരിക്കുക, അതാണ് ഓണത്തിന്റെ ഓർമ്മ. ഫേവറേറ്റ് ഡിഷ്, ഓണത്തിന്റെ ഫേവറേറ്റ് വിഭവം പൈനാപ്പിൾ കിച്ചടി. യെസ്. ഇനി നെക്സ്റ്റ് റിൻസി ചേച്ചിയുടെ ഫേവറേറ്റ് വിഭവം ഓണത്തിന്റെ ഇഞ്ചിക്കറി. ഓ, അഗൈൻ ഫോർ ഇഞ്ചിക്കറി, 2 words ഫോർ ഇഞ്ചിക്കറി. പപ്പയുടെ ഓണത്തിന്റെ ഫേവറേറ്റ്? എൻ്റെ ഓർമ്മയിൽ ഓണം വരവ് അറിയിച്ച് ഞങ്ങളുടെ നാട്ടിലെ അങ്ങാടികളിലൊക്കെ കുട്ടിസഞ്ചി, ഓണപ്പന്ത്, തുണിപ്പന്ത്, ഓണത്തല്ല്
അതൊക്കെ ലാസ്റ്റാണ്. കുട്ടിസഞ്ചി, ഓണപ്പന്ത് ഒക്കെ തൂക്കിയിടും. അത് നിസാര പൈസക്ക് അത് ഞങ്ങൾ മേടിച്ച് ആണ് ഈ ഓണത്തിന്റെ സ്റ്റാർട്ടിങ് തന്നെ. അതുകൂടാണ്ട് ഓണത്തിന്റെ അന്ന് രാവിലെ പഴം പുഴുങ്ങിയതും പുട്ടും കഴിച്ച് ഉച്ചത്തെ ഊണും കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആണുങ്ങൾ മുഴുവൻ തുണിപ്പന്ത് കളിയും പെണ്ണുങ്ങൾ തിരുവാതിര കളിയും വയസ്സായ ആണുങ്ങൾ ചീട്ടുകളിയുമായി 5 ദിവസം അതേപോലെ മുന്നോട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഞങ്ങൾ. ഓണത്തിന്റെ ഫേവറേറ്റ് വിഭവം അവിയൽ. അവിയലാണ് ഫേവറേറ്റ്. യെസ്, അവിയലിന് ഒരു വോട്ട്, ഇഞ്ചിമുളിക്ക് 2 വോട്ട്, അവിയലിന് 1 വോട്ട്. ശരിയാണ് വോട്ട്. മമ്മിയുടെ ഫേവറേറ്റ് കാളൻ. എന്താ വിളമ്പുന്നത്? പഴം. ഓക്കെ, ഇനി ഏലമാറ്റി മാത്രം ഫേവറേറ്റ് പറയാത്തുള്ളൂ. അവിയല്. ഓ, അവിയല് 2 വോട്ട്. ദേവിക്ക് ഒരു കമ്പനി വന്നു. ഹൗസ് അമ്മച്ചി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അപ്പേ? എനിക്ക് സാമ്പാർ ഇട്ടിട്ടുണ്ട്. ഞാൻ എടുക്കാം. പറയൂ, സദ്യ കഴിച്ചോണ്ട് പറയൂ, സദ്യ എങ്ങനെയുണ്ട്? നല്ല സദ്യ. സാമ്പാർ സൂപ്പർ, ഇഞ്ചിയമ്പുളി സൂപ്പർ, ഇഞ്ചിപ്പുളി ഫേവറേറ്റ് സൂപ്പർ സൂപ്പർ ആസ് യൂഷ്വൽ. വെരി നൈസ്.